ഹലോ ഫ്രണ്ട്സ്, നിഷാസ് വേൾഡ് ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 3:30. നല്ല കാലാവസ്ഥയൊക്കെയാണ്. അതായത് മഴയുമില്ല, വെയിലുമില്ല, നല്ല മൂടിയൊരു കാലാവസ്ഥ, നല്ല തണുപ്പൻ കാലാവസ്ഥ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ 4 മണിക്ക് ചായയുടെ കൂടെ ശ്രീകുട്ടൻ വരുമ്പോഴേക്കും, ശ്രീകുട്ടൻ എൻ്റെ മോനാണ്, അവൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും എന്താ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുക എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു ഐഡിയ വന്നു. നല്ല അവലിരിപ്പുണ്ട്. അപ്പോൾ അവൽ കൊണ്ട് ഒരു വട ഉണ്ടാക്കി നോക്കിയാലോ? അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താണെന്നല്ലേ? എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അടക്കം രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. പുതിയ പുതിയ വീഡിയോസ്, ഞാൻ ന്യൂ വെറൈറ്റി ഫുഡൊന്നും പറയുന്നില്ല. എന്താണെങ്കിലും എൻ്റെ രീതിയിൽ, എൻ്റെ സ്റ്റൈലിൽ ഞാൻ ചെയ്യുന്ന വിഭവങ്ങൾ എന്താണെന്ന് ഓരോ ദിവസവും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ നമുക്ക് പോകാം അവൽവട ഉണ്ടാക്കാനായിട്ട്. അവൽവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അവലെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട മറ്റ് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ 2 സ്പൂൺ കടലമാവ്, അതേപോലെ തന്നെ 2 സ്പൂൺ അരിപ്പൊടി, 2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം കുതിരാനായി വെച്ച അവിലെ വെള്ളം മുഴുവൻ കളഞ്ഞ് അവിൽ നന്നായി പിഴിഞ്ഞെടുത്ത് നമ്മളൊരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, കടലമാവ്, അരിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നമ്മുടെ മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേണമെങ്കിൽ പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് പെരിഞ്ജീരകവും അതുപോലെ കായപ്പൊടിയും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഒരു ചീൻചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാകാൻ വേണ്ടി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇതിൽ ഓരോ ചെറിയ ഉരുളകളായി പരിപ്പ് വടയ്ക്കൊക്കെ പരത്തുന്നത് പോലെ ചെറുതായിട്ട് പരത്തി എണ്ണയിലിട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഓരോന്ന് ആയി പരത്തി എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് വേവിക്കാനായിട്ട്. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ മറുഭാഗം മറിച്ചിടണം. അങ്ങനെ നമുക്ക് എല്ലാ വടകളും ചുട്ടെടുക്കാവുന്നതാണ്. ഒരു സൈഡ് ഇങ്ങനെ ആയി വരുമ്പോൾ മറുഭാഗം മെല്ലെ മറിച്ചിട്ട് കൊടുക്കാം. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് വേവിക്കാനായിട്ട്. കൂടുതൽ ഫ്ലെയിമിലിട്ട് വേവിച്ചു എന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും, ഉള്ളു വേവില്ല. ഇപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ഒരു വടയാണിത്. അങ്ങനെ നമ്മുടെ വടയെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്ന വടയുമുണ്ട്, ഇവിടെ ആയ വടയുമുണ്ട്. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണ്ടേ? നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. ആരാണെന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് എത്തിയിരിക്കുകയാണ്. മറ്റാരുമല്ല, സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ ഇത് കഴിച്ചു നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണം. അതാണ് ഇന്നത്തെ ചീഫ് ഗസ്റ്റിൻ്റെ ദൗത്യം. നല്ലൊരു പീസ് നോക്കി എടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യും. പക്ഷെ ഐറ്റം ഒന്നും ഞാൻ ചോദിച്ചിട്ടുള്ളൂ. സത്യമാണ്. ഐറ്റം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എനി ഗസ്? റവ ഉണ്ടോ ഇതിനകത്ത്? നോ. അരിപ്പൊടി? യെസ്, അരിപ്പൊടി, ഉള്ളി, കറിവേപ്പില. എന്നാലും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താന്ന് പറയാൻ പറ്റുമോ? ഇത് എന്ത് വടാന്ന് പറയാൻ പറ്റുമോ? അരിപ്പൊടി വട. റോങ് ആൻസർ. ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയൂ. ടേസ്റ്റ് സൂപ്പർ കേട്ടോ, വെറൈറ്റി ഉണ്ട്. ഞാൻ പെട്ടെന്ന് അതിന് സ്മെല്ല് കാര്യം കൊണ്ട് അപ്പിയറൻസ് കണ്ടപ്പോൾ
ഞാൻ പെട്ടെന്ന് പരിപ്പ് വട അധികം വേവിക്കാതെ ചോദിച്ചെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്കിപ്പോഴും കണ്ടെത്താൻ പറ്റില്ല കേട്ടോ. ഒരു ത്രില്ലർ സംഭവമാണോ? അപ്പം ഞാൻ സസ്പെൻസ് പൊട്ടിക്കട്ടെ. നിങ്ങൾക്ക് മാത്രമേ സസ്പെൻസ് ഉള്ളൂ, പ്രേക്ഷകർക്ക് ആർക്കും ഇത് സസ്പെൻസ് അല്ല. ഇത് അവിൽ വട. ഓ, പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ്, സപ്പോർട്ട് നിഷ. ബൈ ബൈ. ചാനലിൻ്റെ പേര് നിഷാസ് വ്ളോഗ്സ്, നിഷാസ് നിഷാസ് വേൾഡ് വ്ളോഗ്, നിഷാസ് വേൾഡ് വ്ളോഗ്സ്. ഓക്കെ.